അധ്യക്ഷൻ പാസ്റ്റർ മറ്റെല്ലാ PYP മെമ്പേഴ്സിനും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ഞങ്ങൾ അവതരിപ്പിക്കുവാൻ പോകുന്ന സ്കിറ്റിന്റെ പേര് പാപം എന്നതാണ്. ഗ്രീക്കിൽ ഇതിനെ ഹമാട്ടിയ എന്നും ഇംഗ്ലീഷിൽ സിൻ എന്നും ഹിന്ദിയിൽ പാപം എന്നും അറിയപ്പെടുന്നു. അവിടെ അതാ നോക്കൂ, ഒരു ബോക്സ്. അത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആ ചെറുപ്പക്കാരി ആ ബോക്സിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ചെറുപ്പക്കാരി ആ ബോക്സ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അതാ നടക്കുകയാണ്. വേണ്ട വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. എന്നാലും പാപം തന്നെ മാടി വിളിക്കുകയാണ്. ആ ചെറുപ്പക്കാരി പാപത്തിന്റെ ബോക്സിലേക്ക് അതൊന്ന് പിടിക്കുവാൻ വേണ്ടി തൊടുവാൻ വേണ്ടി നടക്കുകയാണ്. വേണ്ട, അതെനിക്ക് വേണ്ട വേണ്ട. പാപത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രിയരെ. നാം അതിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കും തോറും അത് നമ്മെ വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിക്കും. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്നും അകലാൻ ശ്രമിക്കും തോറും ആ പാപം വീണ്ടും അവളെ മാടി വിളിക്കുകയാണ്. ഒടുവിൽ അവൾ ആ ബോക്സിൽ അകപ്പെട്ടു. താൻ അതിൽ ആഹ്ലാദിക്കുകയാണ്, താൻ എൻജോയ് ചെയ്യുകയാണ്, സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുകയാണ്. ലോകത്തിന്റെ സകല സുഖങ്ങളും ആസ്വദിച്ച് ജീവിതം ആഘോഷിക്കുകയാണ്. താൻ മറ്റുള്ളവരെ കൂടെ അതിലേക്ക് മാടി വിളിക്കുകയാണ്. Come on, come on, enjoy, enjoy. കുറച്ച് സമയത്തിന് ശേഷം എന്തോ ഒരു നഷ്ടബോധം താൻ അനുഭവിക്കുകയാണ്. അതുവരെ താൻ അനുഭവിച്ച സന്തോഷം തനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഇതാ തന്റെ ശരീരവും മനസ്സും ഒരുപോലെ തളരുകയാണ്. താൻ ഇതാ നിലവിളിക്കുകയാണ്, ഈ പാപത്തിൽ നിന്നും എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ, പ്ലീസ് പ്ലീസ്, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ, പ്ലീസ്. പ്രിയരെ, ഇതാണ് പാപത്തിന്റെ പ്രത്യേകത. ആദ്യമൊക്കെ അതിൽ ആസ്വദിക്കാൻ കഴിയും, എന്നാൽ പിന്നീട് അത് നമ്മെ ചതിക്കും. നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടമാകും. കുറ്റബോധത്തിന്റെയും നിരാശയുടെയും ആഴത്തിലേക്ക് കൊണ്ടിടും. ഇതാ ആ ചെറുപ്പക്കാരി നിലവിളിക്കുകയാണ്, പ്ലീസ് എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, പ്ലീസ്, ആരുമില്ലേ, എന്നെ രക്ഷിക്കൂ. അതാ നോക്കൂ, ഒരു ഉന്നതമായ ബിസിനസ്സുകാരി അപ്പോൾ അതുവഴി കടന്നു വരികയാണ്. താൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. തന്റെ ബിസിനസ് കാര്യങ്ങളായിരിക്കാം സംസാരിക്കുന്നത്. പെട്ടെന്നാണ് ആ ബിസിനസ്സുകാരിയുടെ കണ്ണിൽ പാപത്തിൽ അകപ്പെട്ട മനുഷ്യനെ കാണുന്നത്. നിനക്ക് എന്ത് പറ്റി? നീ വല്ലാതെ ഇരിക്കുന്നല്ലോ. ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടത്? പണം വേണോ? ഞാൻ തരാം. എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ആ ചെറുപ്പക്കാരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി. എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്നും പുറത്തു കൊണ്ടുവന്നാൽ മതി, എന്നെ രക്ഷിക്കൂ, എന്നെ പുറത്തു കൊണ്ടുവന്നാൽ മതി. ബിസിനസ്സുകാരി പറയുന്നു, ഓ അത്രയുള്ളോ കാര്യം, ഞാൻ പുറത്തിറക്കാം, നീ വിഷമിക്കേണ്ട. ശ്രദ്ധിക്കൂ പ്രിയരെ, ഇവിടെ ഇതാ പാപവും പണവും തമ്മിൽ കൈകോർക്കുകയാണ്. ഇല്ല, പണത്തിന് പാപിയെ രക്ഷിക്കാൻ കഴിയുകയില്ല. ആ ബിസിനസ്സുകാരി പറയുകയാണ്, സോറി, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല. ചെറുപ്പക്കാരി വീണ്ടും പൊട്ടിക്കരയുകയാണ്, പ്ലീസ് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ, ഇതിനകത്ത് നിന്ന് എന്നെ ആരെങ്കിലും പുറത്തു കൊണ്ടുവരൂ, പ്ലീസ്. അതാ നോക്കൂ, നാം അറിയുന്ന, നമ്മുടെ നാടിനെ അറിയുന്ന പ്രിയങ്കരിയായ രാഷ്ട്രീയ നേതാവ് തന്റെ അനുയായികളുമായി കടന്നു വരികയാണ്. പാപത്തിൽ അകപ്പെട്ട മനുഷ്യനെ നേതാവും തന്റെ അനുയായികളും കാണുകയാണ്. ആ നേതാവ് ചെറുപ്പക്കാരിയോട് ചോദിക്കുന്നു, നിനക്ക് എന്താ പറ്റിയേ? ആ ചെറുപ്പക്കാരി പറയുന്നു, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി, എന്നെ രക്ഷിക്കാൻ പറ്റുമോ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഓ അതാണോ കാര്യം? ആയിരങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന എനിക്ക് ഇത് നിസ്സാരമാണ്, ഞാൻ നിന്നെ രക്ഷിക്കാം. അതാ അധികാരവും പാപവും തമ്മിൽ കൈകോർക്കുകയാണ്. അധികാരത്തിന് പാപിയെ രക്ഷിക്കാൻ കഴിയുമോ? ഇല്ല ഇല്ല, അധികാരത്തിന് പാപിയെ രക്ഷിക്കാൻ കഴിയുകയില്ല. ആ ചെറുപ്പക്കാരി വീണ്ടും പൊട്ടിക്കരയുകയാണ്, എന്നെ രക്ഷിക്കൂ, പ്ലീസ് പ്ലീസ്, എന്നെ രക്ഷിക്കൂ. അതാ അങ്ങോട്ട് നോക്കൂ, തന്ത്രവും മന്ത്രവും കുതന്ത്രവും ഉപയോഗിച്ച് നാട്ടുകാരെ മുഴുവൻ വഞ്ചിക്കുന്ന മന്ത്രവാദി ആ വഴി വരികയാണ്. പെട്ടെന്നാണ് അദ്ദേഹം പാപത്തിൽ അകപ്പെട്ട മനുഷ്യനെ കാണുന്നത്.
നിനക്ക് എന്തു പറ്റി എന്ന് എനിക്കറിയാം. നീ പാപത്തിൽ അകപ്പെട്ടല്ലേ? നിന്നെ രക്ഷിക്കാൻ പലരും വന്നല്ലേ? അതും എനിക്കറിയാം. അവർക്ക് ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ നിന്നെ എൻ്റെ മന്ത്രം ഉപയോഗിച്ച് ഇവിടെ രക്ഷിക്കാം. ഇവിടെ ഇതാ, മന്ത്രവാദി തന്റെ മന്ത്രങ്ങളിലൂടെ പാപിയെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ്. പാപവും മന്ത്രവും തമ്മിൽ കൈകോർക്കുകയാണ്. ഇല്ല, മന്ത്രവും പരാജയപ്പെട്ട് പിന്മാറുന്നു. വീണ്ടും ആ ചെറുപ്പക്കാരി കരയുകയാണ്. രക്ഷിക്കാൻ ആരുമില്ലേ? പ്ലീസ് പ്ലീസ്, എന്നെ ഒന്ന് രക്ഷിക്കൂ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, പ്ലീസ് പ്ലീസ്. അതാ നോക്കൂ, മദ്യപാനിയായ ഒരു മനുഷ്യൻ അതുവഴി കടന്നു വരികയാണ്. പാപത്തിൽ അകപ്പെട്ട ആ ചെറുപ്പക്കാരിയെ മദ്യപാനിയായ മനുഷ്യൻ കാണുന്നു. എന്തു പറ്റി? ഞാൻ നിന്നെ രക്ഷിക്കാം. സ്വന്തം കാലിൽ നിൽക്കാൻ പോലും കഴിയാത്ത ആ മദ്യപാനി പറയുകയാണ്, ഞാൻ നിന്നെ രക്ഷിക്കാം. ഇവിടെ ഇതാ, മദ്യപാനിയും പാപിയും തമ്മിൽ കൈകോർക്കുന്നു. മദ്യപാനിയും ആ ചെറുപ്പക്കാരിയെ രക്ഷിക്കാൻ കഴിയാതെ പിന്മാറുകയാണ്. ആ ചെറുപ്പക്കാരി വീണ്ടും നിലവിളിക്കുന്നു, എന്നെ രക്ഷിക്കൂ, പ്ലീസ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. അവിടെ അതാ നോക്കൂ, ഒരു സുവിശേഷകൻ കടന്നു വരികയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സുവിശേഷം പങ്കുവച്ചും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ട്രാക്റ്റുകൾ കൊടുത്തും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആ സുവിശേഷകൻ കടന്നു വരുന്നു. പെട്ടെന്നാണ് തന്റെ കണ്ണിൽ ആ പാപത്തിൽ അകപ്പെട്ട ചെറുപ്പക്കാരിയെ കാണുന്നത്. ആ സുവിശേഷകൻ വേഗത്തിൽ അവിടേക്ക് ചെന്നു. സഹോദരി, നിനക്ക് എന്തു പറ്റി? നീ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുവല്ലോ. ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി. എന്നെ രക്ഷിപ്പാൻ ആരുമില്ല. എന്നെ രക്ഷിപ്പാൻ പണമുള്ളവർ വന്നു, കഴിഞ്ഞില്ല. ഈ നാടിന്റെ ജനപ്രതിനിധി വന്നു, അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. മന്ത്രവാദി വന്നു, അദ്ദേഹത്തിന്റെ മന്ത്രത്തിനും തന്ത്രത്തിനും എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. കുടിയൻ വന്നു, അദ്ദേഹത്തിനും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. താങ്കൾക്ക് എന്നെ രക്ഷിപ്പാൻ കഴിയുമോ? എനിക്ക് കഴിയത്തില്ല. കാരണം ഞാനും നിന്നെ പോലെ പാപത്തിൽ അകപ്പെട്ട മനുഷ്യനായിരുന്നു. പാപത്തിൽ അകപ്പെട്ട എന്നെ രക്ഷിച്ച ഏത് മനുഷ്യനെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്ന യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് പാപത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കുവാൻ യേശുവിന് കഴിയും. അതിന് നീ ചെയ്യേണ്ടത് ആത്മാർത്ഥതയോടെ ആ യേശുവിനോട് പ്രാർത്ഥിക്കൂ, ഹൃദയം കൊണ്ട് വിശ്വസിക്കൂ, വായ് കൊണ്ട് ഏറ്റു പറയൂ. അപ്പോൾ നിനക്ക് പാപക്ഷമ ലഭിക്കും. അതാ ആ ചെറുപ്പക്കാരി തന്റെ 2 കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി, യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ കയറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ മകളാക്കി മാറ്റണമേ. ആ പ്രാർത്ഥന കഴിഞ്ഞതും തനിക്ക് വലിയ മാറ്റം സംഭവിക്കുന്നു. ആ പാപത്തിന്റെ പെട്ടിയിൽ നിന്നും തനിയെ പുറത്തേക്ക് വരികയാണ്. അതാ ഒരു പ്രത്യേക സന്തോഷം താൻ അനുഭവിക്കുകയാണ്. ആ സന്തോഷം തന്റെ മുഖത്തും പ്രകടമാകുകയാണ്. ശ്രദ്ധിക്കൂ പ്രിയരെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീരുന്നത്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യെശയ്യാവ് 1:18. പാപക്ഷമ പ്രാപിച്ചവരാണ് ഇവിടെ ആയിരിക്കുന്ന നാം എല്ലാവരും.
എന്നാൽ പാപത്തിൽ കഴിയുന്ന അനേകർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരോട് സുവിശേഷം അറിയിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഈ നാളുകളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ഒരുങ്ങാം, സമർപ്പിക്കാം. ഞങ്ങളെ ഇതുവരെ ശ്രദ്ധിച്ച ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സൺഡേ സ്കൂൾ PYP യുടെ നന്ദി അറിയിക്കുന്നു. ആമേൻ.